ക്വാണ്ടം ടണലിംഗ്. അതായത് ഈ വർഷത്തെ ഫിസിക്സിൻ്റെ നോബൽ പ്രൈസ് എന്തിനാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ക്വാണ്ടം ടണലിംഗ്. ഒരു ചെറിയ പ്രോസസ്സാണത്. ചെറിയ പ്രോസസ്സ് എന്നല്ല, ഭയാനകമായ ഒരു പ്രോസസ്സാണ്. അറിവുകളുടെ മഹാലോകം തുറക്കുന്ന ഒരു അറിവിൻ്റെ ഒരു കണികയാണത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തിനാണ്? അതായത് മനുഷ്യൻ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, മനുഷ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, മനുഷ്യൻ്റെ പോലത്തെ ബുദ്ധിയുള്ള, അതായത് മനുഷ്യനെ പോലെ ചിന്തിച്ച് കാര്യകാരണങ്ങൾ ഗ്രഹിച്ച് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മിഷൻ ഉണ്ടാക്കുക. അതായത് അതിന് നമുക്ക് എന്താണോ കൃത്യമായിട്ട് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു മിഷനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഒരു ടെക്നിക്കൽ എനർജിയാണ്. ഇതെവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പോകുന്ന മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിലേക്ക്. അതായത് മനുഷ്യൻ്റെ ബുദ്ധിക്കും അവൻ്റെ ശക്തിക്കും അവൻ്റെ കഴിവിനും അനുസരിച്ച് കയറി ചെല്ലാൻ പറ്റാത്ത മേഖലകളിലേക്കായിരിക്കും അതിൻ്റെ വ്യാപനം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അത് എങ്ങോട്ട് വഴിമാറും? അത് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വഴിമാറും. അതായത് ക്വാണ്ടം ഫീൽഡിലേക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചേ പറ്റത്തുള്ളൂ. അതായത് ക്വാണ്ടം മെക്കാനിസം അല്ലെങ്കിൽ ക്വാണ്ടം ടെക്നോളജി എന്ന് പറയുന്നത് ആറ്റോമിക് ലെവലിലുള്ള പഠനമല്ല, സബ് ആറ്റോമിക് ലെവലാണ്. അതായത് പദാർത്ഥത്തിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റായ ആറ്റത്തിൽ ചെന്നിട്ട് അതിലെ ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ ഇവരെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പം ഏറ്റവും ചെറിയ ഇനി ആ ഇലക്ട്രോണിലും ന്യൂട്രോണിലും സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിലും ഒരു മാറ്റം ഉണ്ടാക്കണമെങ്കിൽ എന്തിനു പറ്റും? അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ ശേഷി കൊണ്ട്. കാരണം മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാനോ മനുഷ്യനത് അവിടെ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത നിഗൂഢമായ രഹസ്യങ്ങളുടെ കലവറയാണ് ആറ്റംസ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ചെല്ലാനായിട്ട് അവിടെ നമ്മുടെ ബുദ്ധിയുടെ തലമില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം. ബുദ്ധിയുടെ തലങ്ങളില്ല, ബുദ്ധിപരമായ ചിന്തകൾ അതിലില്ല. അതിൽ ലോജിക്കിനെ എതിർക്കുന്ന, ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണുള്ളത്. ഈ ക്വാണ്ടം ടണലിംഗ് തന്നെ ഒന്ന് എടുത്തു നോക്കുകയെ. എന്താ സംഭവം? ഒരു ചെറിയ ഒരു ബോട്ടിലാണ് ഒരു തടസ്സം. ഒന്നും കൂടി പറഞ്ഞാൽ ഇങ്ങനൊരു തടസ്സം നിൽക്കുക നമ്മുടെ മുമ്പിൽ. ഇവിടെ നിന്ന് ഒരു എനർജി വരിക, ഒരു ഇലക്ട്രോണിൻ്റെ ഒരു പാത വരിക. ഈ പാതയ്ക്ക് ഇപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു പ്രിവെൻഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ബോൾ എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞാൽ അത് ഇവിടെ വന്ന് ഇടിച്ചിട്ട് താഴോട്ട് വരും. ഇതാണ് ക്ലാസിക്കലായിട്ടുള്ള മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന ബുദ്ധി. പക്ഷേ ഇവിടെ ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇവിടെ നിന്നൊരു എനർജി വന്നു. ഈ എനർജി ഇവിടം ക്രോസ് ചെയ്യാതെ, ഇതിൻ്റെ കുറുകെ യാതൊരു പാടും ഉണ്ടാക്കാതെ ഇപ്പറേ കടന്നു പോകും. മനസ്സിലായോ? ഈ ബാരിയറിനെ ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇത് ഇവിടെ നിന്ന് പെനിട്രേറ്റ് ചെയ്ത് ഇതിലേ കടന്നു പോകും. എന്നാൽ പെനിട്രേറ്റ് ചെയ്തതിൻ്റെ പാടോ എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഇല്ല. ഇത് നേരിട്ട് കാണുന്ന ആൾക്ക് ഇത് ശൂന്യത, ഇത് ഫിക്സ്ഡാണ്, ഇതിന് ബാരിയറുണ്ട്. പക്ഷേ ഈ ബാരിയറിനെ പ്രിവെൻറ്റ് ചെയ്ത് കടന്നു പോകാനായിട്ട് ക്വാണ്ടം ടണലിംഗ് എന്ന മെത്തേഡിന് പറ്റും. ഇത് സയൻറ്റിഫിക്കലി ഒരു മിത്തായിരുന്നു. ഇത് സാധ്യമാവുമോ? ഇത് ഇലക്ട്രോണുകൾ അങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് സബ് ആറ്റോമിക് ലെവലിൽ. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ മനസ്സിലാക്കി അങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നറിയാം. പക്ഷേ ഒരു സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ട് ഒരു രേഖയില്ലായിരുന്നു. ആ രേഖയ്ക്ക് രൂപം കൊടുത്തേക്കുവാണ് ഇപ്പോൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിലൂടെ സയൻറ്റിസ്റ്റുമാർ ചെയ്തേക്കുന്നത്. അതിന് നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് വെച്ച് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്കാണ് കടക്കാൻ പോകുന്നത് ഈ ടെക്നോളജി വെച്ച്. അതായത് ഇത് സാധാരണ നമ്മുടെ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് സൂപ്പർ
കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്, അതിലൂടെയല്ല സഞ്ചരിക്കുന്നത്. ഇതിലേ വരുന്നു, ഈ വേവ്സ് ഇവിടെ വരുന്നു, ഇവിടെ ബ്ലോക്ക് വരുമ്പം കടന്നു പോകത്തില്ല. ഈ കടന്നു പോകാത്തതിൻ്റെ കാരണം എന്നാ, ഈ മാറ്റർ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾസാണ്. ഈ പാർട്ടിക്കിൾസിന് കടന്നു പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കുന്ന ആൾക്ക് ഇപ്പറേ ശബ്ദം കേൾക്കാൻ പറ്റും. കാരണം എന്താ, ശബ്ദം എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾസ് അല്ല, ഒരു തരംഗമാണ്. അപ്പം കണികാ സിദ്ധാന്തത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റലായ ആശയം എന്ന് പറയുന്നത് എല്ലാം ഒരു പാർട്ടിക്കിളാണ്, ഒപ്പം ആ പാർട്ടിക്കിളിനെ തരംഗമാക്കി മാറ്റാൻ പറ്റും. വേവ്സ് ആണ്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമായ ന്യൂട്ടൻ്റെ സയൻസിനെ ക്രോസ് ചെയ്ത ഗ്രാവിറ്റേഷണൽ പുള്ള് എന്നതിനെ മാറ്റി ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് കേട്ടിട്ടില്ലേ? അത് തരംഗമായിട്ടാണ്, ഭൂമിയെ പോലും എടുത്തു കുലുക്കുന്ന ഒരു തരംഗം. അതായത് എല്ലാ മാറ്ററും ഒരു തരംഗമാണ്, തരംഗമായിട്ടും നിലനിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ തരംഗ സ്റ്റേജിലാണ് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പം ആ തരംഗം സ്റ്റേജിലൂടെ ഇതിന് പോകാൻ പറ്റും. അത് എങ്ങനെ ഇത് പെനിട്രേറ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടോ കണ്ണുകൊണ്ടോ കാഴ്ച കൊണ്ടോ നോക്കിയാൽ മനസ്സിലാകത്തില്ല. ഒരു വേ ഇല്ലാതെ അതിന് കടന്നു പോകാൻ പറ്റും. അതായത് കാന്തത്തിന് ഇപ്പറയും ശക്തിയുള്ള പോലെ, കാന്തത്തിൻ്റെ തരംഗത്തിന് ഇവിടെ വെച്ചാലും ഇവിടെ ആകർഷണമുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്കതിൻ്റെ ഒരു അനുഭവം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെ കടന്നു പോകാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ഇത് സൂപ്പർസോണിക് കമ്പ്യൂട്ടറിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, അതായത് ഒരു എപ്പോഴും ഇതിനകത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു തരംഗങ്ങളാണ് എല്ലാ മാറ്ററിലും. എന്നാൽ ഒരു -283 നമ്മുടെ ടെമ്പറേച്ചർ താഴ്ത്തിക്കഴിഞ്ഞാൽ അത്രയും തണുപ്പിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ വൈബ്രേഷൻ നിന്ന് ഇത് ഒരു സൂപ്പർ സോണിക് കമ്പ്യൂട്ടറായിട്ട് മാറും, സൂപ്പർ സോണിക് കണ്ടക്ടറായിട്ട് മാറും. അങ്ങനെ ആ കണ്ടക്ടറിനകത്ത് ഒരു ചിപ്പിൽ നിന്ന് മറ്റേ ചിപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാനായിട്ടുള്ള തടസ്സങ്ങളെയാണ് ഇവിടെ നീക്കാൻ പോകുന്നത്. അപ്പം അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു തടസ്സവും അതിനില്ല. ഏത് തടസ്സത്തെയും ക്രോസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സയൻസിൻ്റെ ആദ്യത്തെ പടിയിലെ പല ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്കവർ ചെയ്യുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ പത്രത്തിലൊക്കെ ഒന്ന് എടുത്തു നോക്കി. നമ്മുടെ പത്രവും പോട്ടെ, ന്യൂസ് ചാനലുകളിലൊക്കെ ഒരിടത്തും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ചുമ്മാ വിവാദങ്ങളും ഒരു മനുഷ്യനും ഒരാവശ്യവും ഇല്ലാത്ത തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെയാണ്. സ്കൂളിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. യഥാർത്ഥത്തിൽ ആളുകൾ പഠിക്കേണ്ടതൊക്കെ മനുഷ്യന് ഗുണമുള്ള, മാനവരാശിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അല്ല, ഞാനെൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ, ഒരു ഗുണവുമില്ലാത്ത, ആ തലമുറയുടെയൊക്കെ തലയിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തലമുറേനെ തന്നെ നശിപ്പിച്ച് കളയുന്ന ആശയങ്ങളാണ് നാട് മുഴുവൻ. ഈ സയൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. പിള്ളേരുടെ തലയിലൊക്കെ ഇതൊക്കെ ഇരിക്കട്ടെ, അവരിങ്ങനെയൊക്കെ വളരട്ടെ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കട്ടെ, പുതിയ തലച്ചോറുണ്ടാകട്ടെ, ലോകത്ത് കണ്ടുപിടുത്തങ്ങളുണ്ടാകട്ടെ, നേട്ടങ്ങളുണ്ടാകട്ടെ, മാനവരാശിക്ക് എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകട്ടെ. ഈ ടെക്നോളജി വെച്ച് ഇനി ക്യാൻസറിനും ഒക്കെ മെഡിസിൻ പറ്റും. കാരണം എന്നാ, ക്യാൻസർ സെൽ ടു സെൽ പ്രോബ്ലം, ഒരു സെല്ലിൻ്റെ പ്രശ്നത്തെ ഒഴിവാക്കാനായിട്ട് ഇത് പറ്റും. ഇവിടെയൊക്കെ കണ്ടുപിടിച്ച് മാനവരാശിക്ക് ഗുണവും കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതവും രക്ഷപ്പെടുന്ന ഈ അറിവിലൊക്കെ അവരെ നിർത്തിക്കും. ഇതൊക്കെയാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു.